നടത്തുന്ന കുറച്ച് ഡെസ്പറേറ്റ് ആയിട്ടുള്ള കുറച്ച് അറ്റംപ്റ്റ്സ് ഉണ്ട്. അത് അതിൻ്റെ കഥാഗതിയിൽ നിങ്ങളെ ചില സ്ഥലങ്ങളിൽ ഭയങ്കരമായിട്ടും സർപ്രൈസ് ചെയ്യിച്ചിട്ടുണ്ട്. അതുപോലെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളത് ആ ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞത് സിനിമയുടെ ഒരു കോർ എലമെന്റിൽ നിന്ന് പോയ ഒരു ഫീലിംഗ് എനിക്ക് ഭയങ്കരമായിട്ട്. അപ്പോൾ 1 ആയാലും 2 ആയാലും 3 ആയാലും ഞാനിതിനെ ഈ ഫ്രാഞ്ചൈസിനെ ഒരു ഇമോഷണൽ ഡ്രാമയായിട്ട് കൺസിഡർ ചെയ്തു. ഫസ്റ്റിനകത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജോർജ് കുട്ടിക്ക് ഒരു സർവൈവലിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. ഒരു ഇന്റലിജന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു. സെക്കൻഡ് ആയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സേഫ് ആണെന്ന് കരുതി വെക്കുമ്പോഴും ജോർജ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജോർജ് കുട്ടി അതൊരു സേഫ് ആയിട്ട് ഇനി എടുത്തിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും എന്നിലേക്ക് എത്തും എന്നുള്ള ഒരു മുൻധാരണയോടുകൂടി അദ്ദേഹം ഒരു ഡിഫൻസ് ടാക്ടിക്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതും കടന്ന് ഓൾമോസ്റ്റ് ഒരു ക്ലോഷർ പോലെയാണ് ദൃശ്യം 2 അവസാനിക്കുന്നത്. ആ 2ന്റെ എൻഡ് ഡയലോഗ് ഉണ്ട്, നിങ്ങൾ ഓർമ്മയുണ്ടാവും. അതായത് നമ്മുടെ അടുത്ത വരവിനായിട്ട് അയാളെ തയ്യാറെടുപ്പിലായിരിക്കും ഇനി അതാണ് അയാൾക്കുള്ള ശിക്ഷയെന്നും അതിപ്പോ പോലീസ് വന്നില്ലേലും ഇയാൾ മരിക്കുന്നിടം വരെ അത് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ജോർജ് കുട്ടി തന്നെ ആ ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിന്റെ സമീപത്ത് ആരെങ്കിലും വന്നു, ഒരു സ്ട്രേഞ്ചർ വന്നു, എന്ത് വന്നാലും അദ്ദേഹത്തിന് മനസ്സമാനത്തോടെ ഉറങ്ങാൻ പറ്റും. പതുക്കെ പിന്നെ കാലം മാറിയതനുസരിച്ച് മാറ്റത്തിനനുസരിച്ച് പിള്ളേർ വന്നു, അവരുടെ ചോദ്യങ്ങളുണ്ടാവാം. പിന്നെ നമുക്ക് പ്രായം മാറുന്ന ഒരു മച്യൂരിറ്റി കൂടാം, ചിലപ്പം പഴയ കോൺഫിഡൻസ് നഷ്ടപ്പെടാം. അപ്പോൾ ഭയം പുറത്തു വരാം, അതുവരെ കാണിക്കാത്ത ഭയങ്ങൾ പുറത്തു വരാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ ദൃശ്യം 3 എന്ന് പറയുന്നത് കുറച്ചുകൂടെ ജോർജ് കുട്ടിയിലെ ക്യാരക്ടറിലേക്ക് ഊന്നി ജോർജ് കുട്ടിയുടെ ഇമോഷനിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. ദൃശ്യം 3യെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതാണ്. അതൊന്നും ഒരു അറിയാതെ സംഭവിച്ചൊരു കാര്യമായിട്ട് വേണമെങ്കിൽ പറയാൻ കഴിയും. നമ്മൾ ഈ സിനിമ നേരത്തെ റിലീസ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തതാണ്. പിന്നെയാണത് റിലീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ May 21 എന്ന് പറയുന്നത് നമ്മളൊരു സിനിമ റിലീസ് ചെയ്യേണ്ടത് ഒരു വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയൊക്കെ. നിങ്ങൾ അല്ലാതെ വളരെ എപ്പോഴും സിനിമകൾ വേറെ ദിവസങ്ങളിൽ, പക്ഷെ നമ്മൾ നോക്കിയപ്പോൾ May 21 ഒരു വ്യാഴാഴ്ചയാണ്. അതൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ വിചാരിച്ചു. പിന്നെ ഇങ്ങനെ ഒരിക്കലും ഒരു ചാൻസ് കിട്ടുള്ളൂ. കാര്യം എത്രയും ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സിനിമ, ആ സിനിമ നമ്മുടെ പെരുന്നാളിന് അത് കൊടുക്കുക എന്ന് പറയുന്നത് എന്നെക്കാൾ കൂടുതൽ ആന്റണിയുടെ അഭിപ്രായമായിരുന്നു. അപ്പം അതൊരു വലിയ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ഇനി എല്ലാ പെരുന്നാളും കൂടെ സിനിമ എടുക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, അത് ദിവസങ്ങളും കൂടെ വരണം. അപ്പോൾ ഇതൊരു വ്യാഴാഴ്ചയാണ് വരുന്നത്. ആൻഡ് ഏറ്റവും നമുക്ക് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ജോർജ് കുട്ടി ദൃശ്യങ്ങൾ. അപ്പോൾ ആ ദിവസം വന്നത് വളരെ ഒരു പോസിറ്റീവായിട്ട് ഞങ്ങൾ കാണുന്നു. അതൊരു പിറന്നാൾ സമ്മാനമായിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ ഉള്ള ധൈര്യം ഞങ്ങൾക്ക് ഉണ്ടായി. കാര്യം ഒരു മോശം സിനിമയൊന്നും ആയിരിക്കില്ല. കാര്യം ഈ പ്രേക്ഷകരെ ഇതിൽ ഒന്നും കള്ളത്തരങ്ങളൊന്നുമില്ല. കാര്യം ആ ജോർജ് കുട്ടിക്കും ഫാമിലിക്കും നടന്ന എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും എന്താണ് സംഭവിച്ചതെന്നറിയാം. അതിൽ നിന്ന് അയാൾ എങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാം. ആ പിറന്നാൾ ദിവസം ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമായിട്ട് ഞാൻ കാണുന്നു. ആന്റണിക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ പറയാം. ആശീർവാദ് സിനിമാസിന് ഏറ്റവും സന്തോഷമുള്ള ഒരു റിലീസ് ഡേറ്റ് ആണ്. ആശീർവാദിനെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച്, മോഹൻലാൽ സാറിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും സംബന്ധിച്ചും ഏറ്റവും പ്രിയപ്പെട്ടതാണ് May 21 എന്ന് പറയുന്നത്. അപ്പോൾ ലാൽ സാർ പറഞ്ഞ പോലെ ജീവിതത്തിലെ ഇതുവരെയുള്ള എൻ്റെ ലാൽ സാറിനോട് ചേർന്നുള്ള യാത്രയും ഇതുപോലൊരു ദിവസം ദൃശ്യം എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ്. അതാണ് ദൃശ്യം എന്ന് പറയുന്ന സിനിമ ആ ദിവസം തന്നെ റിലീസ് ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടിയത്. അപ്പോൾ അതിനെ ഞാൻ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു. മലയാളികൾക്ക് എല്ലാവർക്കും വേണ്ടി അതിനെ ആ ദിവസം റിലീസ് ചെയ്യും.
ചോദിച്ചിരുന്നു എന്തിനാണ് കട്ടപ്പ ബാഹുബലിയെ കൊന്നത്. അപ്പോൾ അത് ഭയങ്കര വൈറലായ ഒരു ചോദ്യമായിരുന്നു. അതുപോലെയുള്ള ഒരു ചോദ്യമാണ് ജോർജ് കുട്ടി പിടികൊടുക്കുമോ എന്നുള്ളത്. ഇപ്പൊ ഈ രഹസ്യം ഇപ്പൊ ഏകദേശം 13 വർഷത്തോളമായിട്ട് ഇത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ കുറച്ച് വർഷം കഴിയുമ്പോൾ ഈ സീക്രട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കണല്ലോ. ഇപ്പോൾ 3യുടെ സീക്രട്ടും അറിയാവുന്ന വളരെ ചുരുക്കം ചിലരിൽ ഒരാളായിരിക്കുമല്ലോ. ഇതിന്റെ ഒരു പ്രശ്നമുണ്ടല്ലോ, ആരോട് ഷെയർ ചെയ്യാനും പറ്റില്ല, എന്നാൽ ഒരു വലിയ കാര്യം അറിയുകയും ചെയ്യാം. അതിനെ എങ്ങനെയാ ഉൾക്കൊള്ളുന്നത്? ഷെയർ ചെയ്തില്ലേ കഴിഞ്ഞ അവിടെയാണ് പറഞ്ഞത്. 3യുടെ അല്ല, 1ന്റെയും 2യിലൂടെയും കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും എല്ലാം അറിയാം എന്താണ്. ആ ചോദ്യത്തിനകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ആ 1ന്റെയും 2യിലും സൂക്ഷിച്ച പോലെ ഒരു രഹസ്യമൊന്നും ഇവർക്ക് സൂക്ഷിക്കണ്ട. കാരണം എല്ലാവർക്കും അറിയാം, പോലീസിനറിയാം, നാട്ടുകാർക്ക് അറിയാം എന്താണ് സംഭവിച്ചത്. തെളിവില്ലാത്തതുകൊണ്ടാണ് ഭാഗത്ത് പോകാത്തതെന്നും അറിയാം. അതാണ് അവസ്ഥ. അതേ ഉദ്ദേശം ഞാൻ പറയാം. ഈ 2യിലൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞില്ലേ, അതുപോലെ 3യിലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചു. അത് റാണിക്ക് അങ്ങനെ രഹസ്യങ്ങൾ ഇപ്പൊ സൂക്ഷിക്കേണ്ട കാര്യമില്ല. കാര്യം ഓൾറെഡി രണ്ടാമത്തേത് എല്ലാ കാര്യവും പറഞ്ഞു. എന്തെങ്കിലും പറയാണ്ടേ? വളരെ സന്തോഷം. ഈ ദൃശ്യം ഫ്രാഞ്ചൈസ് ഇത്ര വലിയ ഒരു ഫ്രാഞ്ചൈസ് ആയിട്ട് മാറിയത് വളരെ സന്തോഷമുണ്ട്. പിന്നെ May 21st റിലീസ് ആവുന്നതിൽ വളരെ സന്തോഷം. ഇറ്റ്സ് ലൈക്ക് എ ഡബിൾ ധമാക്ക. ഈ റാണിയുടെ ഹലോ, ഇതൊക്കെയാണോ? അവർക്ക് ഇത്ര ശബ്ദമേ ഉള്ളൂ. അല്ല, വെരി ഹാപ്പി ഈ ദൃശ്യം ഫ്രാഞ്ചൈസ് ഇത്ര വലിയ ഒരു ഫ്രാഞ്ചൈസായി മാറിയതിൽ. ആൻഡ് എൻ്റെ ക്യാരക്ടറും റാണിയുടെ ക്യാരക്ടറും വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായി മാറി. ഇത്ര ഒരു ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറായി മാറിയതിൽ വളരെ സന്തോഷം. പിന്നെ May 21st റിലീസ് ആവുന്നതിൽ വളരെ വളരെ സന്തോഷം. ഇറ്റ്സ് ലൈക്ക് എ ഡബിൾ ധമാക്ക. റിലീസിംഗ് ദ biggest franchise Drishyam 3 on Lalitan's birthday. And Drishyam 3 ഞാൻ പറയാനുള്ളത് it's more of emotional and emotional play ആണ് between the two families. എങ്ങനെ എനിക്ക് ഇതിനെ കൂടുതൽ ഒന്നും പറയാൻ പറ്റില്ല. I'm very very happy, very excited, and thank you for all that love and support. So Drishyam 3 കൂടി വളരെ വലിയൊരു ഇതുപോലെ തന്നെ ദൃശ്യം 1 and 2 പോലെ തന്നെ വലിയൊരു എന്താ പറയുക ബിഗസ്റ്റ് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവും. നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് പൂർത്തി ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. ബിഗസ്റ്റ് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവും. നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് പൂർത്തി ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നു.